ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാൻ യുദ്ധക്കപ്പൽ ഐറിസ് ദേനയ്ക്ക് നേരെ അന്തർവാഹിനി ആക്രമണം. കപ്പൽ മുങ്ങി, 101 പേരെ കാണാനില്ല, 78 പേർക്ക് പരിക്കുണ്ട്. US ആക്രമണം എന്നാണ് അഭ്യൂഹം. PR അരവിന്ദ് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, ഇത് US അന്തർവാഹിനി ആക്രമണമെന്ന് സ്ഥിരീകരിക്കുന്ന ഏതെങ്കിലും റിപ്പോർട്ടുകളുണ്ടോ ഇപ്പോൾ? അരവിന്ദ്, ഉന്മേഷ, ഔദ്യോഗിക സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല. ശ്രീലങ്കൻ നാവികസേനയാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. IRIS ദേനയിൽ നിന്നൊരു അപായ സിഗ്നൽ ലഭിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കൻ നാവികസേനയും അതുപോലെ തന്നെ വ്യോമസേനയുമാണ് ഈ പരിശോധന നടത്തുകയും ചെയ്തത്. 32 പേരെ രക്ഷപ്പെടുത്തി എന്നത് ശ്രീലങ്കൻ സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. ഇവരെ ഗലയിലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ ശ്രീലങ്കൻ നാവികസേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കാരണം 180 പേരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. 101 പേരെ കാണാതായി, അതുപോലെ തന്നെ 78 പേർക്ക് പരിക്കേറ്റതായെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 32 പേരെയാണ് നിലവിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്ത്യയുടെ നാവിക അഭ്യാസമായ മിലൻ 2026 പങ്കെടുത്ത് മടങ്ങവെയാണ് ഇത്തരത്തിൽ ഇറാൻ യുദ്ധക്കപ്പലിനായ IRIS ദേനയ്ക്കെതിരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. US ഒരു അന്തർവാഹിനി ആക്രമണം എന്നതാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് ശ്രീലങ്കൻ സർക്കാർ ഒന്നും പോയിട്ടില്ല. ശ്രീലങ്കയുടെ ഇത്തരത്തിൽ ഗാലേ തീരത്തിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ അപകടം നടക്കുകയും കപ്പൽ പൂർണ്ണമായി മുങ്ങുകയും ചെയ്തത്. നാവികസേന എത്തുമ്പോൾ തന്നെ പലരും കടലിനുള്ളിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്നതാണ് നാവികസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തിരച്ചിലും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനവും ഇപ്പോൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. മരണസംഖ്യ വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം 101 പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും തുടരുകയാണ്. ഉന്മേഷ്, ഇപ്പോൾ ഈ റോയിറ്റേഴ്സ് പരിക്കേറ്റ ഈ നാവികരുടെ എന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ട്. അതിനിടയിൽ ചില മീഡിയകളിൽ വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് ഈ അന്തർവാഹിനി ആക്രമണമാണ്, ഡിയോഗോ ഗാർഷിയയിൽ നിന്നുള്ള US അന്തർവാഹിനി ആക്രമണം നടത്തി എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ. അതൊന്നും സ്ഥിരീകരിക്കുന്നില്ല. ഈ ശ്രീലങ്കൻ സർക്കാർ ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അരവിന്ദ്? ഉന്മേഷ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ ശ്രീലങ്കൻ സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ അതുപോലെ തന്നെ വീഡിയോ ഒന്നും ശ്രീലങ്കൻ സർക്കാർ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. കാരണം മറ്റൊരു വിദേശ രാജ്യത്തിന്റെ യുദ്ധക്കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല എന്നതാണ് ശ്രീലങ്കൻ സർക്കാർ വ്യക്തമാക്കുന്നത്. ഒരു അപായ സിഗ്നൽ തങ്ങൾക്ക് ലഭിക്കുകയും ഇതിന് പിന്നാലെയാണ് തങ്ങളുടെ നാവികസേനയും വ്യോമസേനയും തിരച്ചിലെത്തി എന്നതാണ് ശ്രീലങ്ക വ്യക്തമാക്കുന്നത്. ഇറാൻ യുദ്ധക്കപ്പലായ IRIS ധേനയാണെന്ന് ശ്രീലങ്കൻ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. തിരച്ചിൽ നടത്തിയെന്നും സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ 32 പേരെ രക്ഷപ്പെടുത്തി അവർക്ക് വേണ്ട ചികിത്സാ സഹായം നൽകുന്നുവെന്നും ശ്രീലങ്കൻ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിന് കാരണം, അതുപോലെ തന്നെ കപ്പൽ മുങ്ങുവാൻ കാരണമെന്ന് ശ്രീലങ്കൻ സർക്കാർ വ്യക്തമാക്കുന്നില്ല. പക്ഷേ റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ അമേരിക്കയുടെ ഒരു അന്തർവാഹിനി ആക്രമണമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. US ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം നടത്താൻ തയ്യാറായിട്ടില്ല. വരും മണിക്കൂറുകൾ US ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം വരും. പക്ഷേ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷം അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിക്കുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്തായാലും ഇറാൻ യുദ്ധക്കപ്പൽ, കാരണം ഇന്ത്യയുടെ നാവിക അഭ്യാസം മിലൻ 2026 പങ്കെടുത്ത് മടങ്ങവെയാണ് യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വലിയ ആശങ്ക തന്നെയാണ് തുടരുന്നത്. ഉന്മേഷ്, ശരി. PR അരവിന്ദാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.